ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് ചാലിയം ബീച്ചിലേക്ക് പോയതായിരുന്നു. ഈവനിങ്ങിൽ ഇതാ 4 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. പൂച്ചയും കുഞ്ഞാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ പൂച്ചിൻ്റെ വണ്ടിയിൽ ഇതാ പൂവി, മോൾസി, പിന്നെ കുറച്ച് കുട്ടി സെറ്റാളും ഉണ്ട്. പിന്നെ നമ്മളെ വണ്ടിയിൽ ഇതാ ഉമ്മ, ഉപ്പ, പിന്നെ മിന്നൂസ് ഉണ്ട്, ഹയ, പപ്പൂസ്, അതുപോലെ സോയ, പിന്നെ ഞാനും. അങ്ങനെ ഞങ്ങളുമാണ് പോകുന്നത്. അങ്ങനെ അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ നമ്മളിവിടെ നിന്ന് പോകാനായിട്ട്. അപ്പോൾ നമ്മളവിടെ ഈവനിങ്ങിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഉള്ളിവട, അതുപോലെ പോള, പിന്നെ പഴംപൊരിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ അവിടെ പോയിട്ട് ചായയൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിക്കാമെന്ന് വെച്ചിട്ടാ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയതായിരുന്നു. നല്ല ലോങ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഈ ചാലിയം ഇതുപോലെ പുതിയതാക്കിയതിന് ശേഷം വരുന്നത് കേട്ടോ. മുമ്പ് വന്നിരുന്ന ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കുന്നതിന് മുന്നേ കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒത്തിരി നടക്കാണ്ടല്ലോ, അങ്ങനെ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ പൂച്ചയൊക്കെ എത്തുന്ന മുന്നേ തന്നെ അവിടെ എത്തിക്കണം കേട്ടോ. നമ്മളെ കുറച്ച് ബാക്കിലായിട്ടാണ്. അപ്പോൾ വന്ന പാടേനെ ഓരോന്നും വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടില്ലായിരുന്നു. ഇവരുടെ കുട്ടികളിത് വെള്ളത്തിലേക്ക് ഇറങ്ങിയേക്കിന്. ഓർക്ക് പറ്റിയത് ആ വെള്ളത്തിന് അവിടെ ഓരോ ഇറക്കിയിരിക്കണ പാറക്കെട്ടിനുള്ളിലായിട്ടൊക്കെ നിൽക്കുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, ആയൊന്നുമില്ലാതെ. അതാകുമ്പോൾ പിന്നെ സോയിനി ഇരുത്തിയിരിക്കണ്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്ന കാര്യത്തിൽ. വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ പൂച്ചി ഇവരൊക്കെ എത്തിയിന്. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി ഇവിടെ ഉണ്ടോ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് സെറ്റാക്കിയതായിരുന്നു. പിന്നെ ഉപ്പുണ്ടായിരുന്നു കേട്ടോ നോക്കാനായിട്ട്. സോയിനെ പിന്നെ ഇരുത്തിയാലും പ്രശ്നമൊന്നുമില്ല, ഉപ്പുണ്ട്. ഉപ്പ വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല. അങ്ങനെ കുട്ടികളെല്ലാവരും അവിടെ കളിക്കുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇറങ്ങാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ലേറ്റായി എന്നൊക്കെ ചോദിച്ചാണ് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ കുളിക്കാണ് എല്ലാരും അല്ലേ? കുളിക്കല്ലേ? സോയ ചിരിച്ചാ അയ്യാ വേണ്ടത്തണേ സോയ ആരാണീ വെള്ളത്തിൽ അങ്ങനെ നമ്മളത് ആ വെള്ളത്തിലെ കളിയും കുളിയൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് കരയിൽ കയറിയിരിക്കണം. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇരുട്ടായത് കണ്ടാൽ നമ്മൾ കയറിയതായിരുന്നു. ആദ്യം വെള്ളത്തിലൊക്കെ ഇറങ്ങാനെന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നത് തന്നെയായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വണ്ടിയിലുണ്ട്. അപ്പോൾ ആ ബാഗ് എടുക്കാനായിട്ട് മറന്നുപോയി. പിന്നെ വണ്ടി പാർക്ക് ചെയ്താണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാൻ അത്യാവശ്യം ലോങ് തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ കുഞ്ഞാണി കുട്ടികളും കൂടി പോയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സാധനങ്ങളും ലഗേജൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയതായിരുന്നു. അപ്പോൾ നമ്മളിത് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ബീച്ച് എക്സ്പീരിയൻസ്? അടിപൊളി. ഇനി എങ്ങനെയുണ്ട് ഇനി പൂവിയെ ബീച്ച് എക്സ്പീരിയൻസ്? അതെ, അതിനുള്ള സെറ്റപ്പിന്. അതെ, നൈറ്റിനെക്കാട്ടി ഇവിടെ വൈബ് ഈവനിങ് ആണ് ഗായ്സ്. ഇറങ്ങാനും കുളിക്കാനൊക്കെ ഉള്ള ടൈം.
ഞങ്ങൾ ബീച്ച് വിടുകയാണ്. നമ്മള് ഇത് വാങ്ങാനൊക്കെ എങ്ങനെയുണ്ട് കിലോ? ആദ്യം കാശ് ചെയ്താട്ടെ. ഉമ്മാൻ്റെ മധുരയാത്തെന്ന് വെച്ചാൽ ഇത് ഉമ്മാൻ്റെ ഇതാ മധുരമില്ലാത്തത്, എരു ഇപ്പിലിട്ടത്. ഉമ്മാന്റെ ടെസ്റ്റ് ഒക്കെ കഴിയോ? ഒരു പുളിപ്പിലിട്ട് എന്നതായിരിക്കും. ഉപ്പിലിട്ട് തന്നെ സുഖം. എനിക്കും ടേസ്റ്റ്. ഐസ്ക്രീം നിന്ന ഒരു കൂട്ടം. എങ്ങനെയുണ്ട് ബീച്ച് വൈബ്? പൊളിച്ച അങ്ങനെ കുറേ നേരം നമ്മൾ ബീച്ചിൽ നിന്ന് സ്പെൻഡ് ചെയ്തിങ്ങനെ കുളിക്കാനായിട്ടും കുട്ടികൾക്ക് കളിക്കാനും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് കഴിച്ചും ചെയ്തിട്ട് ചെറിൻഡീസ്, ഐസ്ക്രീം, പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. ബീച്ചിൽ പോയാൽ പിന്നെ ഫുള്ള് വൈബ് തന്നെയാണല്ലോ. അങ്ങനെ തിരിച്ചതാ പിന്നെ നമ്മൾ പോകാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ പോകുന്ന പോക്കിൽ ഇതാ റോഡ് സൈഡിൽ ഇതുപോലെ കല്ലുമ്മക്കായ കിട്ടുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് ചാലിയം വിട്ടാൽ. അങ്ങനെ അപ്പോൾ ഇവരിതാ പൊളിച്ചിട്ട് തരാമെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ വാങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. പൊളിച്ചിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുക്കല്ലോ. അപ്പം അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരുന്നു. അപ്പോൾ ജോയിൻ്റെ ഓരോരോ കുസൃതികളുണ്ട് ആ ഒരു ടൈമിൽ ഇതൊക്കെ. ചിക്കൻ കാലി എടുക്കുന്ന പോലെ പിന്നെ ഉമ്മ വണ്ടിയിൽ നിന്നിട്ട് ഖുറാനൊക്കെ ഓതുന്നതായിരുന്നു. നമ്മൾ കുറച്ച് നേരം തന്നെ വണ്ടിയിൽ ഇരിക്കേണ്ടി വന്നിട്ടാണ്. കുറച്ചധികം കല്ലുമ്മക്കായ പൊളിക്കാൻ പറഞ്ഞപ്പോൾ 5 കിലോനോളം പറഞ്ഞിരുന്നു. പൂച്ചക്കുണ്ട് നമുക്കുണ്ട്. അപ്പോൾ പൊളിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അങ്ങനെ വണ്ടിയിൽ ഇരിക്കുന്ന ടൈമിൽ ഉമ്മ അവിടെ ഖുറാൻ ഓതുന്നുണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന ടൈമിൽ മഴൻ്റെ ശക്തി കൂടി നല്ല രസമുണ്ട്. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോയി വരുമ്പോൾ, പ്രത്യേകിച്ച് നൈറ്റിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര രസമാണ്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടെയൊക്കെ നിന്ന് വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയിരിക്കുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ വരുന്ന വരവിൽ ഒരുവിധം ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിങ്ങനെയും. അപ്പം നമ്മൾ നേരെ കൊടുക്കലുള്ള ഒരു ഹോട്ടലുണ്ടല്ലോ, അപ്പം അങ്ങോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടുത്തെ ഫുഡ് സംഭവം പൊളിയാണ് കേട്ടോ. ഷോപ്പ് ചെറുതാണേലും അടിപൊളി ഫുഡ് തന്നെയാണ്. കുറേ 2 മണി വരെയായിട്ട് ഉണ്ട് തോന്നുന്നുണ്ട് അവിടെ ഷോപ്പ്. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡൊക്കെ. നമ്മൾ പാർസലൊക്കെ കൊണ്ടുവരലുണ്ട് വീട്ടിൽ, പക്ഷെ ഇവിടെ വന്ന് കഴിക്കൽ പൊതുവേ കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി തന്നെ ഗ്രേവി ഐറ്റംസും അങ്ങനെ ഗ്രേവി ഐറ്റംസൊക്കെ ഉണ്ട് കൂടുതലുള്ളത്. എന്തെല്ലാം പേരുണ്ട്. നമ്മൾ ചിക്കൻ ഗ്രേവി, അതുപോലെ വെജിറ്റബിൾ, അങ്ങനത്തെ ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഓർഡർ ആക്കിയിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇന്നത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിതാ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.